ശ്രീ ശരത്ത്, ഇപ്പോൾ MS നൌഷാദ് ചൂണ്ടിക്കാണിച്ചത്, അദ്ദേഹം ചങ്ങനാശ്ശേരി മഹല്ല് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇത് വാവരും അയ്യപ്പനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതിപ്പോൾ ഇങ്ങനെ വാവരസ്വാമിയെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നതിൻ്റെ കാരണം മറ്റൊന്നാണ്. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെയുള്ള ചില പ്രശ്നങ്ങൾ കേരളത്തിലും ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ ആഖ്യാനം ചെയ്യുകയാണ് MS നൌഷാദ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവിടെ വാവരസ്വാമിക്ക് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും തകർക്കപ്പെട്ടതാണെന്നും അവിടെ നിലനിന്നിരുന്നു, അത് പുനഃപ്രതിഷ്ഠിക്കണമെന്നുമുള്ള ദേവപ്രശ്നത്തെ അദ്ദേഹം അത്ര കണ്ട് സ്വീകരിക്കുന്നില്ല. പകരം വാവരസ്വാമി കൃത്യമായി അവിടെ നിലനിന്നതാണ് എന്ന സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് MS നൌഷാദ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറയാം. ബഹുമാനപ്പെട്ട ശ്രീ ജയകൃഷ്ണ പണിക്കർ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ പള്ളിയുടെ സ്ഥാനത്താണ് വാവരക്ഷേത്രം ഉണ്ടായിരുന്നതെന്നൊന്നും ജ്യോതിഷത്തിലും പറഞ്ഞിട്ടില്ല, മറ്റ് എന്താ പറയുക ഗ്രന്ഥങ്ങളിൽ പറയണതായിട്ടോ പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് പറയണ ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു വാവരൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. പുരാണത്തിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പന്തള രാജാവിനോട് ഭഗവാൻ പറയണ വാക്യമായിട്ട് കാലാകാലങ്ങളിൽ പാരായണം ചെയ്യപ്പെട്ടു പോന്നിരുന്ന ഭൂതനാഥോപാഖ്യാനം സംസ്കൃതം മൂലം ഇന്ന് ലുപ്തപ്രചാരമായി ഇല്ലാതായി. അതിനെയാണിപ്പോൾ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനൊരു എളിയ ശ്രമം ഇപ്പോൾ നടത്തുന്നത്. ആ ലുപ്തപ്രചാരമായി പോയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അവിടെ മറ്റൊരു ആരാധനാലയം നിൽക്കുന്നതും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല വരുന്നത്. സ്വാമി മഹിഷി വധത്തിന് ശേഷം കൃത്യമായിട്ട് വാവരൻ എന്ന് പറയുന്ന ഭൂതഗണത്തിന് തൻ്റെ പ്രധാന ഭൂതവൃന്ദത്തിനെ വിളിച്ച്, വാവരാ നീ എനിക്ക് സഹോദര തുല്യൻ, നീ ഇവിടെ ഇരുന്ന് ഭക്തന്മാരെ രക്ഷിച്ചു കൊള്ളണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു വാക്യം ഞാൻ പറഞ്ഞു, 3 ഇൻസ്റ്റൻസസിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ശബരിമലയുടെ യാത്രാ സമയത്ത് ആ യാത്രാവിധി പറയുമ്പോൾ, ക്ഷേത്ര നിർമ്മാണം പറയുമ്പോൾ രാജാവിനോട് പറയണു, പാവരനെ പ്രതിഷ്ഠിച്ച് അമ്പലം പണിത് പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ശബരിമലയിൽ പുനഃപ്രതിഷ്ഠയോ അല്ലെങ്കിൽ അമ്പലം നവീകരിക്കുക, ഇനി അമ്പലം പണിയുകയോ എന്താണെച്ചാൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥം വരുന്ന വാക്യങ്ങളാണ് ഭഗവാന്റെ തിരുമുഖത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിനുശേഷം അവസാനിപ്പിക്കുമ്പോൾ ഈ നടന്ന സംഭവങ്ങളെ പറയുന്ന ഭാഗത്ത് രാജശേഖര പാണ്ഡ്യൻ എരുമേലിയിൽ മഹിഷീമാരികം എന്ന് പേരുള്ള എരുമേലിയിൽ വന്ന് തമ്പടിച്ച് ആദ്യം നമ്മളിന്ന് കോട്ടപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രവേശനമുണ്ട്. അത് ഭഗവാന്റെ കോട്ടയിലേക്ക് ആ പൂങ്കാവനത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഏരിയയാണത്. 18 മലകളുടെ അധിപനായിട്ടാണ് സ്വാമി ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഗേറ്റ് വേ ആണ് ശരിക്കും എരുമേലി. എരുമേലി കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭസ്ഥാനം. അപ്പം അതിൻ്റെ മുഖത്താണ് വാവരനെ പ്രതിഷ്ഠിക്കുന്നത്, ഭൂതത്തിനെ പ്രതിഷ്ഠിച്ചിട്ട് രക്ഷിക്കാൻ പറയുന്നത്. പരിവാരമായിട്ടോ അംഗരക്ഷകനായിട്ടോ എന്തു സങ്കല്പത്തിലോ പുരാണം അത് കൃത്യമായിട്ട് പറയുന്നില്ല. ഭഗവാന്റെ വാക്യം പറയണത്, ഭഗവാൻ പറഞ്ഞു ഞാൻ സ്വയമാണ് നീ എന്നാണ് പറയണത്. രാജാവിനോടും പറയണം അത് ഞാൻ തന്നെയാണെന്ന് കരുതിയിട്ട് അവന് വേണ്ട ഉപചാരങ്ങൾ ചെയ്തു കൊള്ളണം, അവൻ ഭക്തരെ രക്ഷിച്ചോളും എന്ന് നിസ്തർക്കം പറയുന്നുണ്ട്. ഭഗവാന്റെ വാക്യമാണ്, പുരാണവാക്യം പറയാൻ എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അതുകൊണ്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. മാത്രമല്ല ഇനി കുറച്ച് മന്ത്രശാസ്ത്രം പറയുകയാണെങ്കിൽ, ആ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അമ്പും വില്ലും കുത്തിപ്പിടിച്ചിട്ടുള്ളൊരു രൂപത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഭൂതനാഥ ഉപാഖ്യാനത്തിൽ പറയണത് സംസ്കൃത മൂലത്തിൽ. നമ്മൾക്ക് ശാസ്താവിന് അതിപ്രാചീനമായിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങളുണ്ട്, പൂജാഗ്രന്ഥങ്ങളുണ്ട്. ശാസ്ത്ര പൂജാ കൽപ്പദ്രുമം, അതിൽ ഭഗവാന്റെ പരിവാരങ്ങൾ പറയും. ആ പരിവാരങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ കൊച്ചു കടുത്ത, വലിയ കടുത്ത എന്നുള്ള കടുത്ത ശബ്ദം, ഉഗ്ര ശബ്ദം ഉണ്ടാക്കണം, അവനെ കടുരവൻ എന്നാണ് ആ ദേവനെ പറയണത്, ആ ഭൂതത്തിനെ പറയണത്. അതുപോലെ വാവരനെ കൃത്യമായിട്ട് 2 പദങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രത്തിൽ. അംഗരക്ഷകായെന്നും ശാസ്ത്രപരിവാരായെന്നും. ബാക്കി അതിൻ്റെ ഇടയിൽ ബീജാക്ഷരങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്, ഞാനത് കൂടുതൽ പറയില്ല. പക്ഷേ അംഗരക്ഷകനാണെന്നും ശാസ്ത്രപരിവാരാണെന്നും വാവുരൻ കൃത്യമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് എന്തൊക്കെ പൂജകൾ ചെയ്യാവോ അതൊക്കെ ചെയ്യാനുള്ളതിൻ്റെ വിധിയും പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കിയുള്ള ദേവതകൾക്ക് പറഞ്ഞിട്ടുള്ള മാതിരി തന്നെയാണ്. ശാസ്ത്രപൂജാ കൽപ്പദ്രുമത്തിൽ ശാസ്താവിൻ്റെ വിവിധ ഭാവങ്ങളുടെ മന്ത്രങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, മഞ്ചമാതാവായിട്ടുള്ള മാളിയപ്പുറത്തമ്മയുടെ മന്ത്രങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അതിനുശേഷം ശാസ്താവിൻ്റെ പരിവാരങ്ങൾ മുഴുവൻ പറയുമ്പോൾ ആ പരിവാരങ്ങളിലെ രാജാവായിട്ടാണ് വാവരനെ പറയണത്. അപ്പോൾ വാവരനൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അത് യാതൊരു സംശയവുമില്ല. ശബരിമലയിലും ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1905 പുനരുദ്ധാരണത്തിൻ്റെ സമയത്ത്, അതായത് പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത്
അവിടെ വാവരൻ്റെ എന്താ പറയുക പ്രതിഷ്ഠയുടെ ആ സങ്കേതം പുനരുദ്ധരിച്ചതായിട്ട് പറയുന്നുണ്ട്. കൊല്ലവർഷം 1089, അതായത് 9 വർഷത്തിന് ശേഷം 1933 അന്നത്തെ പ്രധാന തന്ത്രി തിരുവിതാംകൂർ രാജവംശം എഴുതി ചോദിച്ച പ്രകാരം ഹജൂർ കച്ചേരിക്ക് അയച്ച കത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സന്നിധി ഇവിടെ മുൻപും ഉണ്ടായിരുന്നുവോ എന്നവർ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഭൂനാഥ സർവസ്വത്തിൽ സാക്ഷാൽ കുറുമുള നാരായണപിള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അനവധി വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതെ.